കുറച്ച് ദിവസങ്ങളായി തന്നെ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്നൊരു വിഷയം മരിച്ച ആത്മഹത്യ ചെയ്ത ദീപക് എന്ന വ്യക്തിയെക്കുറിച്ച് തന്നെയാണ്. പല താരങ്ങളും ഇതിന് പല രീതിയിൽ തന്നെയാണ് മറുപടിയുമായി എത്തിയത്. ഇപ്പോൾ ആ പെൺകുട്ടിക്കെതിരെ കൂടുതൽ കാര്യങ്ങളുമായി എത്തുകയാണ് സീമാജി നായർ. ഏതൊരാൾക്കാണ് ആ അമ്മയുടെ കരച്ചിൽ കണ്ട് സങ്കടം വരാതിരിക്കുക? തൻ്റെ മകൻ അങ്ങനെ ചെയ്തിട്ടില്ല എന്നായിരിക്കാം ഒരുപക്ഷെ ലോകത്തുള്ള എല്ലാ അമ്മമാരും ന്യായീകരിക്കുക. എന്നാൽ ആ അമ്മയോ അങ്ങനെയല്ല. ആ അമ്മയും അച്ഛനും തൻ്റെ മകൻ്റെ നിരപരാധിത്വം മരിച്ചപ്പോഴെങ്കിലും തെളിഞ്ഞാൽ മതി എന്നുള്ളൊരു ആഗ്രഹത്തിലാണ് ജീവിക്കുന്നത്. എങ്ങനെ തോന്നുന്നു? നിങ്ങളൊക്കെ ഭക്ഷണം എങ്ങനെ കഴിക്കുന്നു? എങ്ങനെ ഇറങ്ങുന്നു? ആ അമ്മയുടെ കരച്ചിൽ കണ്ട് എനിക്ക് ഭക്ഷണം ഇറങ്ങുന്നില്ല. പെറ്റമ്മയല്ലേ, പെറ്റ വയറിനല്ലേ ആ നോവറിയും. ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നും തോന്നുന്നില്ലേ? ആ പെൺകുട്ടിയോടാണ് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത്. ആ പെൺകുട്ടി ഇതൊക്കെ കണ്ടുകൊണ്ട് എവിടെ മറഞ്ഞിരിക്കുകയാണ്? ഒന്നും മനസ്സിലാകുന്നില്ല. സീമാജി നായരുടെ പോസ്റ്റ് തന്നെയാണ് ഇപ്പോൾ എല്ലാവരുടെയും കണ്ണു തുറപ്പിക്കുന്നൊരു പോസ്റ്റായി മാറിയിരിക്കുന്നത്. ആർക്കെങ്കിലും ആ പെൺകുട്ടിയെ പിന്തുണയ്ക്കണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഈ പോസ്റ്റ് കണ്ടാൽ പിന്നീട് ഒരിക്കലും അവർ അതിന് മുതിരില്ല എന്നത് ഉറപ്പ് തന്നെയാണ്. ഒരിക്കലും അവർക്കത് സാധിക്കില്ല. സീമയുടെ പോസ്റ്റിലൂടെ കൂടുതൽ കാര്യങ്ങൾ പ്രേക്ഷകർക്ക് മനസ്സിലാകുന്നുണ്ട്. അവരതിനെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്യുന്നുണ്ട്. മനസാക്ഷിയുള്ളവർക്കാർക്കും ഈ പെറ്റമ്മയുടെ കരച്ചിൽ കണ്ടു നിൽക്കാനാകില്ല. പ്രായമായ അച്ഛൻ്റെയും അമ്മയുടെയും ഏക അത്താണിയായിരുന്നു ആ മകൻ. മുത്തേ, നീ ഇല്ലാതെ അമ്മയ്ക്ക് എങ്ങനെ ജീവിക്കാൻ പറ്റുമെന്ന ആ അമ്മയുടെ വാക്കുകൾ തന്നെ ധാരാളമാണ്. ശരിക്കും പറഞ്ഞാൽ എങ്ങനെയാണ് നിങ്ങൾക്കതുകൊണ്ട് മുന്നോട്ട് പോകാനാവുക? അയാളുടെ ജീവൻ നശിപ്പിച്ചിട്ട് നിങ്ങൾക്കൊരിക്കലും സമാധാനമായി ഇരിക്കാൻ സാധിക്കില്ല. നിങ്ങൾക്കങ്ങനെ ഇരിക്കാൻ സാധിക്കുമെന്ന് നിങ്ങൾ കരുതിയോ? എങ്കിലത് തെറ്റാണ്. ഒരിക്കലും നിങ്ങൾക്കതാകില്ല എന്നേ എനിക്ക് പറയാൻ സാധിക്കുമെന്ന് സീമാജി നായർ പറയുന്നുണ്ട്. ഈ മരണം വല്ലാതെ ഉലയ്ക്കുന്നു. സ്ത്രീകൾക്ക് അനുകൂലമായി ചില നിയമങ്ങൾ വന്നതു മുതൽ ഇതിനെ ഏതു രീതിയിലും മിസ്യൂസ് ചെയ്യാവുന്ന രീതിയിലേക്ക് ഇവിടെ പലതും മാറുന്നുണ്ട്. അതിനുവേണ്ടി തന്നെ എത്ര കള്ളക്കഥകൾ ഇവിടെ പലരും മാറി മറിഞ്ഞ് പറയുന്നുണ്ട്. അതിനുവേണ്ടി എത്ര കള്ളക്കഥകൾ മെനയാനും ആർക്കും മടിയില്ല. എല്ലാവർക്കും റീച്ച് കൂട്ടുക, സമൂഹ മാധ്യമങ്ങളിൽ വലിയൊരാളാവുക, ഇത് മാത്രമാണ് എല്ലാവരുടെയും ഏക ലക്ഷ്യം. ഇതായി മാറിക്കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും. പെണ്ണൊരുമ്പട്ടാൽ എന്ന പഴമക്കാർ പറഞ്ഞപ്പോൾ നാടിന് തന്നെ ആപത്താകുന്ന രീതിയിൽ അത് മാറുമെന്ന് സ്വപ്നത്തിൽ പോലും കരുതിയില്ല. പലരും ഇതിനെക്കുറിച്ച് പല രീതിയിൽ പ്രതികരിക്കുന്നത് കേട്ടു. എനിക്കിത് മാത്രമേ പറയാൻ സാധിക്കൂ. ആ അമ്മയുടെ കരച്ചിൽ എൻ്റെ മനസ്സുലയ്ക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇത്തരത്തിൽ ആരൊക്കെയാണോ ഉപയോഗിക്കപ്പെട്ടത് അവരെല്ലാവരും ഇതൊന്ന് മാറ്റി ചിന്തിക്കണം. നമ്മളൊരാൾക്കെതിരെ പറയുമ്പോൾ അയാളൊരു മനുഷ്യനാണെന്നും അയാൾക്കൊരു കുടുംബമുണ്ടെന്നും ആലോചിക്കണം. തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പരാതി പറയണം. അല്ലാതെ സമൂഹ മാധ്യമത്തിൽ വലിച്ചു കീറാനായി ഇട്ടുകൊടുക്കുകയല്ല ആദ്യം ചെയ്യേണ്ടത്. ഇതൊക്കെ ഭാഗത്തുണ്ടാകുന്ന വലിയ വലിയ തെറ്റുകളാണെന്ന് സീമാജി നായർ എടുത്തു പറയുന്നുണ്ട്. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.